നിർണായക തീരുമാനവുമായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം. രാജ്യത്തെ മിസൈൽ നിർമ്മാണത്തിൽ സ്വകാര്യ മേഖലയെ പങ്കാളിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ അവയുടെ സാങ്കേതിക വിദ്യയും കൈമാറാൻ അനുമതി. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ കമ്പനികൾക്ക് കൈമാറുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് അനുമതി നൽകിയത്. അതേസമയം ആണവായുധ ശേഷിയുള്ളതും വിദേശ പങ്കാളിത്തമുള്ളതുമായ മിസൈലുകളുടെ നിർമ്മാണ സാങ്കേതിക വിദ്യ കൈമാറില്ല. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ നീക്കം. ആവശ്യമായ യോഗ്യതകൾ, സർട്ടിഫിക്കേഷൻ, സുരക്ഷാ നിയന്ത്രണങ്ങൾ എന്നിവ പാലിക്കുന്ന സ്വകാര്യ കമ്പനികൾക്കാണ് മിസൈൽ നിർമ്മാണത്തിനായി സാങ്കേതിക വിദ്യ കൈമാറുക. ടെൻഡറിലൂടെയാകും കമ്പനികളെ തിരഞ്ഞെടുക്കുക. ഈ കമ്പനികൾ DRDOയുമായി ചേർന്ന് സിസ്റ്റം ഇന്റഗ്രേഷനും ഉൽപാദനവും നടത്തും. മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, ഉപഘടകങ്ങൾ, പരിശോധന, വിതരണ ശൃംഖല തുടങ്ങിയ മേഖലകളിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്കും സാങ്കേതിക പങ്കാളികൾക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും. പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ ബഹിരാകാശ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതും റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് രൂപീകരിക്കുന്നതും കണക്കിലെടുത്താണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. റോക്കറ്റ് നിർമ്മാണം ISRO സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയിരുന്നു. അതിന് പിന്നാലെയാണ് മിസൈൽ നിർമ്മാണ സാങ്കേതിക വിദ്യ DRDOയും കൈമാറുന്നത്. DRDO വികസിപ്പിച്ച മിസൈലുകൾ വ്യാവസായികമായി വൻതോതിൽ നിർമ്മിക്കാൻ തീരുമാനം സഹായിക്കും. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, ആഭ്യന്തര പ്രതിരോധ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക, സായുധ സേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുക എന്നിവയും ലക്ഷ്യമാണ്. ആകാശ്, അസ്ത്ര, രുദ്ര, നാഗ്, പ്രളയ് തുടങ്ങി എയർ ടു എയർ, സർഫസ് ടു എയർ, ആന്റി ടാങ്ക്, ആകാശ പ്രതിരോധം തുടങ്ങിയ പരമ്പരാഗത മിസൈൽ പദ്ധതികളുടെ സാങ്കേതിക വിദ്യയാണ് കൈമാറുന്നത്. ആണവായുധ ശേഷിയുള്ളതും, അതായത് അഗ്നി ശ്രേണി, പൃഥ്വി 2, ശൗര്യ, ധനുഷ്, സാഗരിക, വജ്ര, ശംഷേർ എന്നിവയും വിദേശ പങ്കാളിത്തമുള്ളതുമായത്, അതായത് ബ്രഹ്മോസ്, ബറാക് 8 മിസൈലുകളുടെ സാങ്കേതിക വിദ്യ കൈമാറില്ല. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിന്റെ വ്യവസായ ശേഷികളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സ് പോസ്റ്റിൽ വിശദീകരിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISRO തങ്ങളുടെ വിശ്വസ്ത റോക്കറ്റായ PSLV നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതും വൻ വാർത്തയായിരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിന് തുറന്നു കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ചരിത്രപരമായ തീരുമാനം. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഇൻസ്പേസ്, ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നിവ വഴിയാണ് ഈ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. പതിവായി ആവശ്യമുള്ള റോക്കറ്റുകളുടെ നിർമ്മാണം വിശ്വസ്തരായ വ്യവസായ പങ്കാളികൾക്ക് കൈമാറുന്നതിലൂടെ ISROയ്ക്ക് കൂടുതൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകളുടെ വികസനം, ആഴക്കടൽ ഗ്രഹ പര്യവേഷണ ദൗത്യങ്ങൾ എന്നിവയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഈ പദ്ധതിയുടെ ഭാഗമായി ISROയുടെ പ്രമുഖ റോക്കറ്റായ PSLV 5 എണ്ണം പൂർണ്ണമായും നിർമ്മിക്കുന്നതിനായി 860 കോടിയുടെ കരാർ HAL, L&T എന്നീ സ്ഥാപനങ്ങളടങ്ങിയ കൂട്ടായ്മയ്ക്ക് കൈമാറിയിട്ടുണ്ട്. കൂടാതെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ റോക്കറ്റായ SSLVയുടെ സാങ്കേതിക വിദ്യയും ലേലത്തിലൂടെ കൈമാറിക്കഴിഞ്ഞു. ചന്ദ്രയാൻ, ആദിത്യ L1 തുടങ്ങിയ അഭിമാന ദൗത്യങ്ങൾക്ക് ഉപയോഗിച്ച കരുത്തുറ്റ LVM-3 റോക്കറ്റിന്റെ നിർമ്മാണ സാങ്കേതിക വിദ്യയും 14 വർഷത്തെ കരാർ വ്യവസ്ഥയിൽ പ്രമുഖ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിലൂടെ ഇന്ത്യയിലെ ബഹിരാകാശ വ്യവസായത്തിന് വൻ വളർച്ചയും പുതിയ തൊഴിലവസരവും കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.